ഹായ് എവരിവൺ, ഡൈനാമിക്സ് ഓഫ് മെഷീനറിയിലെ അടുത്ത വീഡിയോ ആണ്. ഒരു പ്രോബ്ലമാണ് നോക്കുന്നത്, നാച്ചുറൽ ഫ്രീക്വൻസി കാണാനുള്ള പ്രോബ്ലം. ക്വസ്റ്റ്യൻ ഇതാണ്: എ സർക്കുലർ സിലിണ്ടർ ഓഫ് മാസ് 5 കിലോഗ്രാം ആൻഡ് റേഡിയസ് 30 സെൻറ്റിമീറ്റർ ഈസ് കണക്റ്റഡ് ടു എ സ്പ്രിംഗ് ഓഫ് സ്റ്റിഫ്നെസ് 5000 ന്യൂട്ടൺ പെർ മീറ്റർ as shown. It is free to roll on horizontal rough surface without slipping. Determine the natural frequency. ഇപ്പോൾ ഈ ഫിഗറിൽ കാണുന്ന പോലെ സ്പ്രിംഗ് ഇവിടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്, ഒരു സിലിണ്ടർ ഉണ്ട്. അപ്പോൾ സിലിണ്ടർ റോൾ ചെയ്യുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും? സ്പ്രിങ് ടെൻഷനിലാവും. അപ്പോഴേക്കും എന്ത് ചെയ്യും? ഇത് റൊട്ടേറ്റ് ചെയ്യുന്നതിൻ്റെയോടൊപ്പം തന്നെ റൊട്ടേറ്റ് ചെയ്യുന്നതോടുകൂടി തന്നെ എന്തും ചെയ്യുന്നുണ്ട്? ട്രാൻസ്ലേറ്റും ചെയ്യുന്നുണ്ട്. അപ്പോൾ എനർജി മെത്തേഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എനർജി മെത്തേഡ് പറയുന്നത് കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി ഈക്വൽ ടു കോൺസ്റ്റന്റ്. ഇവിടെ കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ ഈ ഡിസ്കിന് രണ്ട് കൈനറ്റിക് എനർജിയാണുള്ളത്. ഒന്ന് റൊട്ടേഷണൽ കൈനറ്റിക് എനർജിയും ഒന്ന് ട്രാൻസ്ലേഷനിലും. റൊട്ടേഷണൽ കൈനറ്റിക് എനർജി ഡ്യൂ ടു റൊട്ടേഷനും ഉണ്ട്, പിന്നെ ഉള്ളത് കൈനറ്റിക് എനർജി ഡ്യൂ ടു ട്രാൻസ്ലേഷൻ. ഡ്യൂ ടു റൊട്ടേഷൻ്റെ ഇക്വേഷൻ എന്താണ്? ഹാഫ് ഐ തീറ്റ ഡോട്ട് സ്ക്വയർ. ട്രാൻസ്ലേഷൻ അത് ഹാഫ് എം എക്സ് ഡോട്ട് സ്ക്വയർ. എക്സ് ഡോട്ട് എന്ന് പറയുന്നത് ഇതിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ്, എക്സ് എന്ന് പറയുന്ന ഡിസ്പ്ലേസ്മെൻറ്റ്, എക്സ് ഡോട്ട് എന്ന് പറയുന്നത് എന്താണ്? വെലോസിറ്റി, എക്സ് ഡബിൾ ഡോട്ട് ആക്സിലറേഷൻ. ഈ ഡിസ്ക് എത്രയാണോ റൊട്ടേറ്റ് ചെയ്യുന്നത്, ഇപ്പോൾ ഇവിടെ നിന്ന് ഇത്രയും ഈ ഒരു ആംഗിൾ തീറ്റ റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത്രയും ഡിസ്റ്റൻസ് ആണ് ഈ സർഫസിൽ ഇതെന്ത് ചെയ്യുന്നത്? മൂവ് ചെയ്യുന്നത്. അതായത് എക്സ് മൂവ് ചെയ്യുന്നത് അത് എത്ര ആംഗിൾ റൊട്ടേറ്റ് ചെയ്യുന്നു അതിനെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കും. അപ്പോൾ എക്സ് ഈക്വൽ ടു എന്തെന്ന് എഴുതാൻ പറ്റും? ആർക്ക് ലെങ്ത് റേഡിയസ് ഇൻറ്റു തീറ്റ എന്ന് എഴുതാം, ആർ തീറ്റ. അങ്ങനെയാണെങ്കിൽ എക്സ് ഡോട്ട് എന്താവും? ആർ ഇൻറ്റു തീറ്റ ഡോട്ട് എക്സ് ഡബിൾ ഡോട്ട് ഈക്വൽ ടു ആർ സ്ക്വയർ തീറ്റ ഡബിൾ ഡോട്ട്, സോറി ആർ തീറ്റ ഡബിൾ ഡോട്ട്. ഇവിടുന്ന് എക്സ് ഡോട്ടിൻ്റെ വാല്യൂ ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടൽ ഇക്വേഷൻ ഹാഫ് ഐ തീറ്റ ഡോട്ട് സ്ക്വയർ പ്ലസ് ഹാഫ് എം എക്സ് ഡോട്ട് സ്ക്വയറിന് പകരം ആർ സ്ക്വയർ തീറ്റ ഡോട്ട് സ്ക്വയർ എന്നാവും. ഇനി ഇതിൽ ചേഞ്ച് ചെയ്യേണ്ട ഐയുടെ വാല്യൂ ചേഞ്ച് ചെയ്യണം. ബട്ട് ഡിസ്ക് ആകുമ്പോഴേക്കും, സോളിഡ് സർക്കുലർ ഡിസ്ക് ആകുമ്പോഴേക്കും അതിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറയുന്നത് ഹാഫ് എം ആർ സ്ക്വയർ. അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഹാഫ് ഇൻറ്റു ഹാഫ് എം ആർ സ്ക്വയർ തീറ്റ ഡോട്ട് സ്ക്വയർ പ്ലസ് ഹാഫ് എം ആർ സ്ക്വയർ തീറ്റ ഡോട്ട് സ്ക്വയർ എന്നാവും. ഇനി പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് എന്താണ്? സ്പ്രിങ്ങിൽ ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ എനർജി, അതിന് എക്സ് ഡിസ്പ്ലേസ്മെൻ്റ് ആണ് ഉണ്ടാകുന്നത്. അപ്പോൾ അതിൽ വരുന്ന പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് ഹാഫ് കെ എക്സ് സ്ക്വയർ. എക്സിനെ വീണ്ടും മാറ്റണം, തീറ്റയുടെ ടേംസിലേക്ക് ആക്കി കഴിഞ്ഞാൽ ഹാഫ് കെ എക്സ് സ്ക്വയർ എന്നുള്ളത് ആർ സ്ക്വയർ തീറ്റ സ്ക്വയർ. ഇനി ഈ ഒരു ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അതിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ ടോട്ടൽ എനർജി ഈക്വൽ ടു 1/4 എം ആർ സ്ക്വയർ തീറ്റ ഡോട്ട് സ്ക്വയർ പ്ലസ് 1/2 എം ആർ സ്ക്വയർ തീറ്റ ഡോട്ട് സ്ക്വയർ പ്ലസ് 1/2 കെ ആർ സ്ക്വയർ തീറ്റ സ്ക്വയർ. ഇതിൻ്റെ ഡെറിവേറ്റീവ് എടുക്കുക. ടൈം ഡെറിവേറ്റീവ് എടുത്തു കഴിഞ്ഞാൽ ടോട്ടൽ എനർജി കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ 0 ഈക്വൽ ടു 1/4 എം ആർ സ്ക്വയർ തീറ്റ ഡോട്ട് സ്ക്വയറിൻ്റെത് 2 തീറ്റ ഡോട്ട് ഇൻറ്റു തീറ്റ ഡബിൾ ഡോട്ട് പ്ലസ് ഹാഫ് എം ആർ സ്ക്വയർ ഇൻറ്റു തീറ്റ ഡോട്ട് സ്ക്വയറിൻ്റെ 2 തീറ്റ ഡോട്ട് ഇൻറ്റു തീറ്റ ഡബിൾ ഡോട്ട് പ്ലസ് ഹാഫ് കെ ആർ സ്ക്വയർ ഇൻറ്റു 2 തീറ്റ ഇൻറ്റു തീറ്റ ഡബിൾ ഡോട്ട്. ഇവിടുന്ന് 4ഉം 2ഉം കൂടെ പോയി കഴിഞ്ഞാൽ ഇവിടെ ഒരു 2 വരും, 2 ക്യാൻസൽ ചെയ്യാം, ഇവിടെ നിന്നുള്ള 2ഉം ക്യാൻസൽ ചെയ്യാം. എല്ലാത്തിലും ആർ സ്ക്വയർ ഉണ്ട്, ആർ സ്ക്വയർ കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ആർ സ്ക്വയർ എല്ലാം പോവും. ഇതിനുള്ളത് തീറ്റ ഡോട്ട് അല്ലേ, ഇവിടെ ഒരു തീറ്റ ഡോട്ടാണ്. അപ്പോൾ ഈ തീറ്റ ഡോട്ട് എല്ലാ ടൈമിൽ നിന്നും ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി വരുന്നത് 0 ഈക്വൽ ടു 1/2 എം തീറ്റ ഡബിൾ ഡോട്ട് പ്ലസ് എം തീറ്റ ഡബിൾ ഡോട്ട് പ്ലസ് കെ തീറ്റ ഡോട്ട് ഈക്വൽ ടു 0. ഇനി തീറ്റ ഡോട്ട് കോമൺ ആയിട്ട് ഒറ്റ ടൈമാക്കി എടുത്തു കഴിഞ്ഞാൽ, കോമൺ ആയിട്ട് എടുത്താൽ എന്ത് കിട്ടും? തീറ്റ ഡബിൾ ഡോട്ട് ഇൻറ്റു 1/2 എം പ്ലസ് എം
plus k theta equal to 0. Theta double dot into 3/2m plus k theta equal to 0. 3/2m കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ പ്ലസ് 2k/3m തീറ്റ ഈക്വൽ ടു 0. ഇത് സിമ്പിൾ ഹാർമോണിക്കിൻ്റെ ഇക്വേഷനുമായിട്ട് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? ഇവിടെ നിന്ന് ഒമേഗ സ്ക്വയറിൻ്റെ സ്ഥാനത്ത് ഉള്ളത് എന്താണ്? 2k/3m ആണ്. അപ്പോൾ ഒമേഗ സ്ക്വയർ ഈക്വൽ ടു 2k/3m, ഒമേഗ ഈക്വൽ ടു റൂട്ട് 2k/3m എന്നാവും. ഫ്രീക്വൻസി ഈക്വൽ ടു 1/2π റൂട്ട് 2k/3m 1/2π. ഇവിടെ നിന്ന് കെയുടെ വാല്യൂ 5000 എന്ന് തന്നിട്ടുണ്ട്. 2 × 5000 divided by 3 into mass 5 1/2π 2000/3 now equal to 4.109 ഹെർട്സ് എന്ന് കിട്ടും. ഇതാണ് നാച്ചുറൽ ഫ്രീക്വൻസി. ചെയ്യുന്ന മെത്തേഡ് സെയിം തന്നെയാണ്. ഇതിലാകെ അറിയേണ്ടത് അത് റോളിംഗ് ആയതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം? 2 കൈനറ്റിക് എനർജി വരും, ഡ്യൂ ടു ട്രാൻസ്ലേഷൻ ആൻഡ് ഡ്യൂ ടു റൊട്ടേഷൻ. സ്പ്രിങ്ങിനകത്ത് പൊട്ടൻഷ്യൽ എനർജി, ഈ കേസ് മാത്രം നോക്കിയാൽ മതി. പിന്നെ അതിനകത്ത് വരുന്ന മൊമെന്റ് ഓഫ് ഇനേർഷ്യ സോളിഡ് ഡിസ്ക് ആകുമ്പോഴേക്കും 12ImR². നാച്ചുറൽ ഫ്രീക്വൻസി കാണാനുള്ള അടുത്തൊരു പ്രോബ്ലമാണ്. Derive the equation of motion and find natural frequency of pendulum consisting of weightless rod of length L. ഈ ഫിഗറിനകത്ത് 2 സ്പ്രിംഗ് ആണുള്ളത്. ഇവിടെ ഒരു സ്പ്രിംഗ് ഉണ്ട്, സ്റ്റിഫ്നെസ് K, ഇവിടെ ഒരു സ്റ്റിഫ്നെസ് K. രണ്ടും അറ്റ് എ ഡിസ്റ്റൻസ് A ഫ്രം പിവട്ട്, പിവട്ടിൽ നിന്ന് അതിൻ്റെ ഡിസ്റ്റൻസ് A ആണ്. ഇവിടെ നോക്കേണ്ടത് ഇതിനൊന്ന് ഡിസ്പ്ലേസ് ചെയ്യിക്കണം. ഈ ഒരു പെൻഡുലത്തിനെ ചെറുതായിട്ടൊന്ന് ഡിസ്പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പുതിയ പൊസിഷനിലേക്ക് ഡിസ്പ്ലേസ് ചെയ്തു. അപ്പോഴേക്കും സ്പ്രിങ് എന്ത് ചെയ്യും? ഈ സൈഡിലുള്ള ഇവിടെയുള്ള സ്പ്രിങ് എന്ന് പറയുന്നത് ടെൻഷനിലായിരിക്കും, ഈ സൈഡിലുള്ള സ്പ്രിങ് കംപ്രഷനിലായിരിക്കും. രണ്ടും ഈ മോഷനെ എന്ത് ചെയ്യും? റെസിസ്റ്റ് ചെയ്യാണ് ചെയ്യുന്നത്. പിന്നെ ഇതിലുള്ള വെയിറ്റും എന്ത് ചെയ്യും? റെസിസ്റ്റ് ചെയ്യും, mg. ഇനി ഇതുവരെയുള്ള ലെങ്ത് a ആണ്. ഈ സ്പ്രിങ് ജോയിൻ ചെയ്തിരിക്കുന്ന തൊട്ട് ആ പിവട്ട് പോയിന്റ് വരെ ഉള്ളത്. ഇനി ഇതിലെ ഫോഴ്സ് നോക്കിക്കഴിഞ്ഞാൽ ഇതിലുള്ള സ്പ്രിങ് ഫോഴ്സസ് എന്തായിരിക്കും? ഇവിടെ ടെൻസൈലാണ്, ഇവിടെ ഉള്ളത് ടെൻസൈലാണ്, ഇതിലുള്ളത് കംപ്രസീവ് ആണ്. kx ആണ് സ്പ്രിങ് ഫോഴ്സ്, സ്റ്റിഫ്നെസ് ഇൻറ്റു ആ ഡിസ്പ്ലേസ്മെൻറ്റ്. ഇവിടെ അത് തന്നെയാണ് kx. ഇനി വെയിറ്റ് വെർട്ടിക്കലി ഡൗൺവേർഡ് ആണ് mg. അത് മേക്ക് ചെയ്യുന്ന ഈ ആംഗിൾ, ഇവിടെയുള്ള ആംഗിൾ തീറ്റ ആണെങ്കിൽ ഇതും തീറ്റ തന്നെ ആയിരിക്കും. വെയിറ്റിനെ രണ്ടായിട്ട് റിസോൾവ് ചെയ്യാം. ഇവിടെ ഉള്ളത് mg കോസ് തീറ്റ, പെർപെൻഡിക്കുലറായിട്ട് വരുന്ന ഈ കമ്പോണൻറ്റ് mg സൈൻ തീറ്റ. മൊമെൻ്റ് അബൌട്ട് O ഈ ഒരു പോയിൻ്റാണ് എടുക്കുന്നത്. അപ്പോൾ mg കോസ് തീറ്റയുടെ ലൈൻ ഓഫ് ആക്ഷൻ ആ പോയിന്റിൽ കൂടെ തന്നെ പാസ് ചെയ്യുന്നതുകൊണ്ട് ഇതിന് റെസിസ്റ്റിംഗ് ടോർക്കൊന്നും ഡെവലപ്പ് ചെയ്യുന്നില്ല. mg കോസ് തീറ്റ റെസിസ്റ്റിംഗ് ടോർക്കൊന്നും ഡെവലപ്പ് ചെയ്യുന്നില്ല, ആകെ mg സൈൻ തീറ്റ മാത്രമേ ഡെവലപ്പ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ അതിൻ്റെ റെസിസ്റ്റിംഗ് ടോർക്ക് എന്താവും? mg സൈൻ തീറ്റ ഇൻറ്റു L. റെസിസ്റ്റിംഗ് ടോർക്ക് ഈക്വൽ ടു mg സൈൻ തീറ്റ ഇൻറ്റു L. ഇതെന്തിൻ്റെ ആയുള്ളൂ? വെയിറ്റ് കാരണമുള്ളത്. ഇനി സ്പ്രിങ്ങിൻ്റെ എന്ത് വരും? സ്പ്രിങ്ങിൻ്റെ kx ഇവിടെ ഉണ്ട്, ഇവിടെ ഒരു kx ഉണ്ട്, ഈ രണ്ട് kx ഉണ്ട്. ഇനി എക്സിനെ എന്തിൻ്റെ ഇതിലേക്ക് മാറ്റണം? തീറ്റയുടെ ടൈംസിലേക്ക് മാറ്റുക. അതിനായിട്ട് ഇവിടെ ഉണ്ടാകുന്ന ഈ ഒരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുക. ഈ ഒരു ട്രയാങ്കിൾ നമുക്ക് വേണ്ടത് ഈ എക്സ് ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. ഇത്രയാണ് സ്പ്രിങ് ഡിസ്പ്ലേസ് ചെയ്തത്. ആ ഒരു ട്രയാങ്കിളാക്കി എടുത്തു കഴിഞ്ഞാൽ ഇത് എ ആണ്, ഇത് തീറ്റ. ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്ന ഓപ്പോസിറ്റ് സൈഡ് എന്താവും? എ സൈൻ തീറ്റ. എക്സ് ഈക്വൽ ടു എ സൈൻ തീറ്റ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. കെ എ സൈൻ തീറ്റ. അപ്പോൾ സ്പ്രിങ് ഫോഴ്സായി, ഫോഴ്സ് ഇൻറ്റു ഈ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ചെയ്താലാണ് ടോർക്ക് കിട്ടുന്നത്, ഇൻറ്റു എ. ഒരു ഫസ്റ്റ് സ്പ്രിങ്ങിൻ്റെ ആയി. ഇനി സെക്കൻഡ് സ്പ്രിങ്ങിൻ്റെ ചെയ്യുമ്പോഴേക്കും സെയിം തന്നെ, പ്ലസ് കെ സൈൻ തീറ്റ സ്പ്രിങ് ഫോഴ്സ് ഇൻറ്റു എ ചെയ്യുമ്പോഴേക്കും ടോർക്ക് അബൌട്ട് എ, മൊമെൻ്റ് അബൌട്ട് എ ആയി. ഇനി ഇതിൽ സബ്സ്റ്റിറ്റ്യൂഷൻ സിംപ്ലിഫിക്കേഷൻ എന്താണ്? സൈൻ തീറ്റ
ഈക്വൽ ടു തീറ്റ ഫോർ സ്മോൾ ആംഗിൾസ്. അപ്പോഴേക്കും എന്താവും? എം ജി തീറ്റ ഇൻറ്റു എൽ പ്ലസ് കെ എ സ്ക്വയർ തീറ്റ പ്ലസ് കെ എ സ്ക്വയർ തീറ്റ. ഇനി ഇനേർഷ്യ ടോർക്ക് ഈക്വൽ ടു ഐ തീറ്റ ഡബിൾ ഡോട്ട്. ഇവിടെ ഐക്ക് എന്തായിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? പെൻഡുലം ആയതുകൊണ്ട് എം എൽ സ്ക്വയർ. ഇക്വേഷൻ എന്ന് പറയുന്നത് ഐ തീറ്റ ഡബിൾ ഡോട്ട് പ്ലസ് എം ജി എൽ തീറ്റ പ്ലസ് കെ എ സ്ക്വയർ തീറ്റ പ്ലസ് കെ എ സ്ക്വയർ തീറ്റ ഈക്വൽ ടു 0. അപ്പോൾ ഇവിടെ നിന്ന് തീറ്റ ഡബിൾ ഡോട്ട് പ്ലസ് എം ജി എൽ പ്ലസ് 2 കെ എ സ്ക്വയർ ഇൻറ്റു തീറ്റ ബൈ ഐ. നമുക്ക് ഈ ഇക്വേഷനെ സിമ്പിൾ ഹാർമോണിക്കിൻ്റെ ഇക്വേഷനുമായിട്ട് കമ്പയർ ചെയ്യാം. സിമ്പിൾ ഹാർമോണിക്കിൻ്റെ ഇക്വേഷൻ എന്താണ്? തീറ്റ ഡബിൾ ഡോട്ട് പ്ലസ് ഒമേഗ സ്ക്വയർ തീറ്റ ഈക്വൽ ടു 0. അപ്പോൾ ഒമേഗ സ്ക്വയറിൻ്റെ പ്ലേസിൽ വരുന്നത് ഒമേഗ സ്ക്വയർ ഈക്വൽ ടു എം ജി എൽ പ്ലസ് 2 കെ എ സ്ക്വയർ ബൈ ഐ. അവിടെ ഐക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒമേഗ ഈക്വൽ ടു റൂട്ട് എം ജി എൽ പ്ലസ് 2 കെ എ സ്ക്വയർ ബൈ എം എൽ സ്ക്വയർ. ഒന്ന് ഫ്രീക്വൻസിയുടെ ഇക്വേഷൻ എഴുതാം. ഫ്രീക്വൻസി എഫ് എൻ ഈക്വൽ ടു 1/2 പൈ നാച്ചുറൽ ഫ്രീക്വൻസി ഈക്വൽ ടു 1/2 പൈ എം ജി എൽ പ്ലസ് 2 കെ എ സ്ക്വയർ ബൈ എം എൽ സ്ക്വയർ. അടുത്ത വീഡിയോയിൽ അടുത്തൊരു പ്രോബ്ലം നോക്കാം.